കൊണ്ട് ഈ വിഷയവും നമ്മൾ ശ്രദ്ധിക്കുക. ഇരിക്കട്ടെ, ഏതാണെങ്കിലും ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു, എനിക്കൊരു പാത്രത്തിൽ നിങ്ങൾ വെള്ളം വെക്കൂ. അള്ളാഹുവിന്റെ റസൂലിന് വെള്ളം വെച്ചു. പ്രവാചകൻ ഒളു എടുത്തു. വീണ്ടും ബോധം നഷ്ടപ്പെട്ടു. വീണ്ടും ബോധം വന്നപ്പോൾ ഇതേ ചോദ്യം ആവർത്തിച്ചു. വെള്ളം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വെള്ളം വെച്ചു. ബോധം നഷ്ടപ്പെട്ടു. മൂന്നാമത്തെ തവണയും ആയപ്പോ നബിക്ക് മനസ്സിലായി, ഇല്ല, ഇനി ആ മെഹ്റാബിൽ ഒരു നമസ്കാരം ഇല്ല. 20,000-ഓളം ഭക്ത പ്രവാചകൻ നമസ്കരിച്ച മെഹ്റാബിൽ ഇനിയൊരു നമസ്കാരം ഇല്ലെന്ന് നബിക്ക് മനസ്സിലായി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മുറു അബൂബക്കർ ഫല്യുസല്ലി ബിന്നാസ്, അബൂബക്കർ സിദ്ദീഖിനോട് ജനങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കാൻ നിർദ്ദേശം കൊടുക്കൂ എന്ന് ഉത്തരവുണ്ടായി. അദ്ദേഹം സമ്മതിച്ചില്ല. നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയാണ്, അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. അള്ളാഹുവിന്റെ റസൂൽ നമസ്കരിക്കാം, അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നി. അടുത്ത ദിവസം, അല്ലെ, ഈ രാത്രിയിൽ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതും കഴിഞ്ഞ് ശനിയാഴ്ച ദിവസത്തോടെ അള്ളാഹുവിന്റെ പ്രവാചകന് വീണ്ടും ഒരു ആശ്വാസം തോന്നി. അപ്പോഴോ 2 സ്വഹാബികളുടെ തോളിൽ തൂങ്ങിയിട്ട് നബി മദീന പള്ളിയിലേക്ക് നടന്നു. ചില ചരിത്രത്തിന്റെ വരികളിൽ കാണാം ആ പ്രവാചകന്റെ കാലിടിപ്പാടുകൾ. പ്രവാചകൻ തോളിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് അദ്ദേഹത്തിന്റെ കാല് വലിച്ചിട്ട് ആ തള്ളാൻ വിരലിന്റെ പാട് മദീന പള്ളിയിൽ കാണാമായിരുന്നുവെന്ന്. അതാണ് ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രസക്തി, അല്ലെ? മരിക്കാൻ കിടക്കുന്ന കട്ടിലിൽ നിന്ന് മദീന പള്ളിയിലേക്ക് നടന്നു നീങ്ങിയ പ്രവാചകൻ. എന്നിട്ടോ ചില ആളുകളുടെ ഔലിയാക്കൾക്ക് നമസ്കാരം ഇല്ലത്രേ. കുളിക്കാത്തവർ, അലക്കാത്തവർ, വൃത്തിയാക്കാത്തവർ, നമസ്കരിക്കാത്തവർ അഹ്ലുസുന്നത്തിന്റെ ഔലിയാക്കളാണെന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്നവർ ചരിത്രത്തിലെ ഈ വൈകാരികമായ ഓർമ്മയ്ക്ക് എന്തുത്തരം പറയുമെന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, അതും കഴിഞ്ഞു. ഞായറാഴ്ച ദിവസം നബി അടിമകളെ മോചിപ്പിച്ചു. ആയുധങ്ങൾ വിശ്വാസികൾക്ക് കൊടുത്തു. ഭാര്യമാരെ വിളിച്ച് ഉപദേശിച്ചു. ഫാത്തിമ ബീവിയെ വിളിച്ച് സ്വകാര്യം പറഞ്ഞു, അല്ലെ? ഫാത്തിമ ബീവിയെ വിളിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വകാര്യം പറഞ്ഞു. അങ്ങനെ മരിക്കുന്ന ദിവസം തിങ്കളാഴ്ച സുബഹ് നമസ്കാരം നടന്നുകൊണ്ടിരിക്കാം. സുബഹ് നമസ്കാരത്തിന്റെ സമയത്ത് പിടയുന്ന മനസ്സുമായി സഹാബത്ത് നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാരായണം കേട്ട് പ്രവാചകൻ ഉണർന്നു. അദ്ദേഹം ആ വിരി ഇങ്ങനെ മാറ്റി നോക്കി. നബിയുടെ അണപ്പല്ലുകൾ കാണുമാർ റസൂലുള്ളാഹി ചിരിച്ചു. സന്തോഷം. പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ മടങ്ങുകയാണ്, അല്ലെ? മടങ്ങാനിരിക്കുമ്പോൾ നല്ല കാഴ്ചയോട് കൂടെയാണ്. പണ്ട് കണ്ട കാഴ്ച യാസിർ കരയുന്ന കാഴ്ചയാണ്, അല്ലെ? യാസിറിന്റെ മാതാപിതാക്കളുടെ ശിരസ് ഛേദിക്കപ്പെട്ടപ്പോൾ, സാരമില്ല യാസിറേ, മോനെ, നിനക്ക് സ്വർഗമുണ്ടടാ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉപദേശിച്ച ഉപദേശമാണ് പണ്ട് കണ്ടതെങ്കിൽ ഇതാ നല്ല അവസ്ഥയിൽ യാത്ര പറയുകയാണ്. നബിക്ക് സുഖം വന്നു തോന്നിയപ്പോ റസൂലുള്ളാഹിന്റെ സഹാബത്തിന് വഹമ്മൽ മുസ്ലിമൂൻ അൻ യഫ്തതിനു ഫീ സ്വലാത്തിഹിം ഫറഹം ബിറസൂലില്ലാഹ്, നബിക്ക് സുഖമായല്ലോ എന്നോർത്തിട്ട് നബി പുഞ്ചിരിക്കുന്നത് അവർ കണ്ടിട്ട്, നബി വിരിമാറ്റിയത് കണ്ടിട്ട് അവർക്ക് നമസ്കാരത്തിൽ വരെ അവര് ശ്രദ്ധ അങ്ങോട്ട് പോയി, നമസ്കാരം വരെ കുഴപ്പത്തിലായി എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് പിന്നിലേക്ക് നിൽക്കാൻ നോക്കുമ്പോ അള്ളാഹിന്റെ പ്രവാചകൻ തുടരാൻ വേണ്ടി പറഞ്ഞു. ആ വിരികൾ അടഞ്ഞു. സഹോദരി, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ ആയിരുന്നു വിരി തൂങ്ങിയത്. പിന്നെ കേവലം മണിക്കൂറുകൾ മാത്രം ആ റസൂലുള്ളാഹി ജീവിച്ചു. പ്രവാചകൻ പറയാൻ തുടങ്ങി, യാ ആയിഷ, മാ അസാലു അജിദു അലമത്ത ആമില്ലദി അകൽതു ബി ഖൈബർ, ഖൈബറിൽ എന്നെ വഞ്ചിച്ചെനിക്ക് വിഷം തന്ന പെണ്ണിന്റെ വിഷത്തിന്റെ വേദന മോളെ ഞാൻ ഇവിടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ അദൃശ്യമറിയും നമസ്കരിക്കാത്ത കള്ളൗലിയാക്കന്മാർക്ക് അള്ളാഹിനെ പോലെ കേൾക്കാനും കാണാനും കഴിയുമെന്ന് അച്ചടിച്ചു വിടുന്നവർ ശ്രദ്ധിക്കുക. ഖൈബറിൽ പ്രവാചകനെ സദ്യക്കൊരുക്കിയ പെണ്ണ്, ആ പെണ്ണിന്റെ വിഷം കഴിച്ച് ബിശർ എന്ന സഹാബി മരിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വേദന ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ? മോളെ, ഞാൻ അത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇനിയും നഷ്ടപ്പെട്ടത് കിട്ടാൻ, ഇനിയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ ജാരങ്ങളിലേക്ക് നേർച്ച കൊടുക്കുന്നവർ, സഹോദര, വിഷയം എന്താണെന്നറിയോ? നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കട്ടിലിൽ കിടന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്, അല്ലെ? നബിക്ക് വല്ലാത്ത വേദന. നബി പൊളയാൻ തുടങ്ങി. മരണം ഇതാ എത്തിയിരിക്കുന്നു. മാലാഖമാർ എത്തിയിരിക്കുന്നു. ആ റൂഹ് എടുക്കുമ്പോ, വേദനിക്കുമ്പോ ഫാത്തിമ ബീവി അത് കണ്ട് സഹിക്കവയ്യാതെ പറഞ്ഞത്രേ, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്,
എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്, അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പ്രവാചകൻ ആശ്വസിപ്പിച്ചു, മോളെ സാരില്ല, നിന്റെ ഉപ്പന്റെ എല്ലാ വേദനയും അവസാനിക്കണം. ഇനി ലാ കർബലി അബീകി ബഅദൽ യൗം, ലാ ലൈസ അല അബീകി കർബൻ ബഅദൽ യൗം. നിന്റെ ഉപ്പാക്ക് ഈ ദിവസത്തിന് ശേഷം ഈ വേദനയല്ലേ മോളെ. ഈ സമയത്ത് കടന്നു വന്നൊരു സ്വഹാബി ചോദിച്ചു, നബിയെ നിങ്ങൾക്കുണ്ടോ മരണത്തിന്റെ വേദന? നിങ്ങൾക്കുമുണ്ടോ നബിയെ മരണത്തിന്റെ വേദന? നിങ്ങളിലെ 2 മനുഷ്യരുടെ മരണത്തിന്റെ വേദന. ശ്രദ്ധിക്കുക, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ മരണത്തിന് ഈ വേദന അനുഭവിച്ചെങ്കിൽ വിശ്വാസിയുടെ മരണത്തിനും വേദനയുണ്ടെങ്കിൽ സഹോദര, അവിശ്വാസിയുടെ മരണത്തിന്റെ വേദന എന്തുമാത്രമായിരിക്കും? ശ്രദ്ധിക്കുക, അവിശ്വാസിയുടെ മരണത്തിന് എന്ത് വേദന ഉണ്ടാകും? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ? ജീവിതത്തെ നന്മയിലേക്ക് പറിച്ചു നടാൻ കഴിയണം. ഐഷാ ബീവിയുടെ മാറിൽ പ്രവാചകൻ ചാരിക്കടക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ബൈന നഹ്രി വസഹ്രി, എന്റെ മടിത്തട്ടിന്റെയും നെഞ്ചിന്റെയും ഇടയിൽ പ്രവാചകൻ കടന്നു എന്നാണ്. അങ്ങനെ ആ പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരുന്നു എന്തെല്ലാമോ. പെട്ടെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വന്നപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അറാക്കിലേക്ക് നബി നോക്കി, മിണ്ടാൻ കഴിയുന്നില്ല, അല്ലേ? എല്ലാം നിയന്ത്രിച്ച റസൂലുള്ളാഹി ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ അതിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ തന്റെ വിരിമാറിൽ കിടക്കുന്ന പ്രവാചകന്റെ ആഗ്രഹം ആയിഷ ബീവിക്ക് അറിഞ്ഞു. ആ മനസ്സ് അവർക്കറിയായിരുന്നു. അത് വാങ്ങിയിട്ട് വേണോന്ന് ചോദിച്ചു. വാങ്ങിയിട്ട് ചമച്ചരച്ച് നബിക്ക് കൊടുത്തു. നന്നായി പല്ല് തേച്ചു. അത് കഴിഞ്ഞ ഉടനെ പ്രവാചകൻ പറയാൻ തുടങ്ങി, മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ജീവിതം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി പോരാട്ട ഭൂമികളിൽ, ഉശര സംഘടനകളുടെ പോരാട്ട ഭൂമികളിൽ സമർപ്പിച്ച ശുഹദാക്കൾ, ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസ പ്രചാരണത്തിന് കടന്നു വന്ന മനുഷ്യരാശിയുടെ പാദസ്പർശനങ്ങൾക്ക് സാക്ഷിയായ പ്രദേശങ്ങളിൽ നിയോഗിതരായ പ്രവാചകന്മാർ, ഇസ്ലാമിന് വേണ്ടി ചെയ്ത വാഗ്ദാനം പാലിച്ച സിദ്ദീഖീങ്ങൾ, എല്ലാവരുടെയും കൂടെ ഇതാ ഞാനും പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഐഷാ ബീവി കാതുകൊടുത്തു. ലോകത്തിനു വേണ്ടി ചുണ്ടിലേക്ക് കാത് വെച്ചിട്ടത് അവർ ഉദ്ധരിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, അല്ലാഹുമ്മ അർഹംനി വൽഹിഖ്നി, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി, പൊറുക്കണേ നാഥ, അനുഗ്രഹം ചൊരിയണേ നാഥ, വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, ഉന്നതങ്ങളിലേക്ക് നിന്റെ സന്നിധാനത്തിലേക്ക് എന്നെ നീ അടുപ്പിക്കണേ നാഥ. ആ വാചകം ഇങ്ങനെ നേർത്ത സ്വരത്തിൽ അവസാനിക്കാൻ തുടങ്ങി. ആ കണ്ണുകൾ മറിയാൻ തുടങ്ങി. ആ പ്രവാചകന്റെ ആ ചലനം മെല്ലെ മെല്ലെ നിൽക്കാൻ തുടങ്ങി. ഫമാലത് യദഹു, പ്രവാചകന്റെ കൈ താഴോട്ട് വീണു. ഇല റഫീഖിൽ അഅ്ലാ എന്ന് പറഞ്ഞ് ആകാശങ്ങളിലേക്ക് ഉയർത്തിയ കൈ താഴെ വീണപ്പോ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിന് ആ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് 11 വർഷത്തിലേക്ക് 12-ാം തീയതി തിങ്കളാഴ്ച ഇളയുച്ച നേരം സാക്ഷിയായി ലോകത്തെ ഏറ്റവും വലിയ ചരിത്രപരമായ നഷ്ടത്തിന് ഒരു ജനതയുടെ സങ്കടത്തിന്റെ അലയൊലികൾ കാതുകൾക്ക് കൈമാറി ലോകം മുഴുവൻ സഹോദര അത് ശ്രദ്ധിച്ചു. 63 വയസ്സ് 4 ദിവസം പ്രായമായപ്പോൾ പ്രവാചകൻ എന്ന വിളക്കണഞ്ഞു. പക്ഷേ അണഞ്ഞാലും അണയാത്ത വിളക്കായി ആ പ്രവാചകൻ ലോകർക്കു മുന്നിൽ പ്രകാശിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നബിയുടെ ചര്യകളെ ജീവിതത്തിൻ്റെ കർമ്മമാർഗമാക്കി മുന്നേറാൻ നമ്മൾ ശ്രമിക്കുക. നാഥൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്നവരായി നമ്മൾ മാറുക. അള്ളാഹു അവൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.